ഹായ് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തേതും എൻ്റെ ഒരു കുഞ്ഞി വ്ലോഗാണ്. നല്ല കാറ്റ് ഇവിടെ വന്നപ്പോൾ കണ്ണിലൊക്കെ മുടി വിട്ട് ഭയങ്കര കാറ്റ്. എല്ലായ്പ്പോഴും കുഞ്ഞു കുഞ്ഞു വ്ലോഗാണ്. അപ്പോൾ ഇതിൽ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലീനിങ് വ്ലോഗാണ്. ഞാൻ വീടിൻ്റെ മേൽ പോർഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഈ ബാൽക്കണിയുടെ മേലെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ തെങ്ങിൻ്റെ പൂവ്, അതുപോലെ മച്ചിങ്ങ, ഞങ്ങൾ ഇവിടെയൊക്കെ മച്ചിങ്ങ എന്നാണ് പറയുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ നിറയെ വീണ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ്. നമ്മുടെ ഈ വീട്ടിൻ്റെ തെങ്ങെന്ന് പറയുന്നത് ഇങ്ങനെ ഡിസ്കു ഇങ്ങനെ എത്തിപ്പിടിക്കാൻ പാകത്തിനാണ്. അപ്പം നമ്മൾക്കൊക്കെ വന്ന് തേങ്ങയിടാം. ഈ വീട്ടിലാകെ ഒരു തെങ്ങേ ഉള്ളൂ. അപ്പം ഇത് തേങ്ങ കിട്ടാൻ തുടങ്ങിയ നാൾ മുതൽ നമ്മളിങ്ങനെ മേലെ വന്നിട്ടാണ്. ആകെ കുറച്ച് തവണയുള്ളൂ, ഒരു 2 വർഷമൊക്കെ ആയിട്ട് തന്നെയുള്ളൂ. അപ്പം ഇങ്ങനെയാണ്. അപ്പം എന്താണ്, ഇതിൻ്റെ മേലേക്ക് വന്നതുകൊണ്ട് നമുക്ക് തേങ്ങ പറിക്കാനും ഈ സൈഡിലുള്ള പട്ട വെട്ടാനൊക്കെ നമുക്ക് ആരും ഹെൽപ്പൊന്നും ആവശ്യമില്ല. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഈ മച്ചിങ്ങൻ തേങ്ങയുടെ പൂവ്, തെങ്ങിൻ പൂവ് അതെല്ലാം വീണിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ എന്നുണ്ട്. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഒരിക്കൽ ഇതിന് മുൻപ് ഞാൻ അങ്ങനെ ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഈ സൈഡ് ഞാൻ വന്ന് സ്റ്റാർ കെട്ടിയപ്പോഴാണ് കണ്ടത് നിറയെ ആ ഹോളിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ മൊത്തം ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഈ ഒരു ചെറിയൊരു പോർഷനാണ്. അപ്പം എല്ലാവരും കാണണം. ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണം. വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ചാനൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഈ വീഡിയോയിൽ വന്നിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ ഡെയിലി 2 തവണ മീരാസ് വ്ലോഗിൻ്റെ ലൈവൊക്കെ ഉണ്ട്. അത് ഡേ ടൈമിൽ 3 PM നൈറ്റ് 9 PM ആണ്. കുറേ കുസൃതി ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ഫണ്ണി ലൈവ് ചാറ്റൊക്കെയാണ്. അപ്പം ആരും മറക്കല്ലേ, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ എന്താ പറയുക, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ആരംഭിക്കട്ടെ. വലിയൊരു വടിയാണ്. ചൂലും ഇതൊക്കെ നമ്മൾ ഇവിടെ ഒന്ന് മേലെ തന്നെ വെക്കണം. ഇങ്ങനെ മേലെ തന്നെ വെക്കുന്നതുകൊണ്ട് ഒരു കൊല്ലയും മേലെ ഇരിക്കണ്ട സംഭവമുണ്ട്. തണുത്ത് പോയി അത്ര ബലം ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ മേലെ വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും താഴെ. ഭയങ്കര കാറ്റുണ്ട് മേലെ. ഫോൺ അങ്ങനെ താഴെ വീണു. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ പൊടിഞ്ഞു പോയി. ചാക്ക് ദ്രവിച്ചു. ഞാൻ ചാക്ക് എടുത്തിട്ട് വന്നില്ല. ഇതൊക്കെ കുറെ വേസ്റ്റ് പീസുകളാണ് കേട്ടോ.
ടയറൊന്നും ബലമില്ല, പൊട്ടിപ്പോയി. അടിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ പൊടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞി വ്ളോഗ്. ചെറിയ വീഡിയോ ആണ്, അതാണ് ഞാൻ കുഞ്ഞി വ്ളോഗ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പൊടിയാണ്. ഇപ്പം നനഞ്ഞിരിക്കുന്നതല്ലല്ലോ, ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ട് ഫുൾ പൊടി. പിന്നെ ഇവിടെ ഭയങ്കര കാറ്റ്, നല്ല സുഖമാണ്. ഇവിടെ എല്ലാം ഒക്കെ വെയിലാണ് കേട്ടോ. എന്നാലും ഈ തെങ്ങിൻ്റെ പട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ മാത്രം ഈ സമയത്തൊക്കെ നല്ല സുഖമാണ്, നല്ല കാറ്റ് കിട്ടും. പിന്നെ ഇവിടുത്തെ കാറ്റ് കിട്ടുമ്പോൾ അതൊരു സുഖമുണ്ട്. പക്ഷെ പൊടി അടിക്കുമ്പോൾ പൊടി വരും, അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ക്ലീനായി കാണുന്നുണ്ട്. അവിടെയൊക്കെ ഇതെന്താ പറയുക, ഞാൻ ചാക്ക് എടുത്തിട്ട് വരാത്തതുകൊണ്ട് ഒരു
എന്തെങ്കിലും വേണം. കുറേ ആയിട്ട് മഴയത്ത് കിടന്ന് ദ്രവിച്ച കുറച്ച് വേണ്ടാത്ത ഐറ്റംസാണ്. അപ്പം അതൊക്കെ ഞാൻ പൊക്കി പെറുക്കി പിടിച്ച് അടിച്ചത് അങ്ങനെ വെച്ചു. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ നോ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം. പക്ഷെ ഇതൊരു ചെറിയ സ്ഥലമായതുകൊണ്ടും നിങ്ങൾക്കറിയാമല്ലോ, ഈ ഏരിയയിൽ അപ്പുറത്ത് ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ താഴോട്ട് പോകും. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഈ ചെയ്യുന്നത്. പേടിയൊന്നുമില്ല, എന്നാലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ സ്കേർട്ടൊക്കെ ഇത്തിരി എടുത്ത് കുത്തി ഇങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്ത്. അപ്പം അതുകൊണ്ട് ഞാൻ കുറേ എഡിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ്. ശരിക്കും വെക്കട്ടെ കേട്ടോ. ശരിക്കും നല്ല കാറ്റുണ്ട് കേട്ടോ. ശരിക്കും നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. പക്ഷെ ശ്രദ്ധിച്ച് നിൽക്കരുത് മാത്രം. എന്തായാലും ഈ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് താഴേക്ക് പോകണം, അല്ലെങ്കിൽ കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നു. നല്ല കാറ്റ്. ഇത് പിടിച്ചില്ലെങ്കിലേ ഫോൺ താഴേക്ക് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.